ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന ഒരു കാര്യമാണ്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ അക്ബറിൻ്റെ അടുത്ത് ചോദിച്ചു, അക്ബർ നിനക്ക് ക്യാപ്റ്റൻ ആകാൻ കഴിയാത്തതിൽ നല്ല വിഷമമുണ്ടല്ലേ? അതേ ലാലേട്ടൻ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതേപോലെ അനീഷിൻ്റെ അടുത്തും ചോദിച്ചു, അനീഷ് നിനക്ക് നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടതിൽ ഭയങ്കര വിഷമമുണ്ടല്ലേ എന്ന്. അനീഷും അതേപോലെ തന്നെ മറുപടി പറഞ്ഞു, തീർച്ചയായും ലാലേട്ട എന്ന്. ഇവർക്ക് രണ്ടുപേർക്കും വൈൽഡ് കാർഡുകൾ കൊടുത്ത പണിയാണിത്. അവർക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, തുണിക്ക് പകരം വലിയ പണി എന്ന ഒരു പണിപ്പുര ടാസ്ക്. അതിലൂടെ കൊടുത്ത ഒരു പണിയാണിത്. ഇവർക്ക് ഒരാൾക്ക് നോമിനേഷൻ പവറും അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിലും പങ്കെടുക്കാൻ പറ്റില്ല എന്നത്. ലാലേട്ടൻ പറഞ്ഞു, ഇന്നൊരു ആക്ടിവിറ്റി ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണോ ജയിക്കുന്നത് ആ വ്യക്തിക്ക് ആ പവർ തിരിച്ചു കിട്ടുമെന്ന്. കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ടുകളും അതുപോലെ ലാലേട്ടൻ, അനീഷ്, അക്ബർ എന്നിവരുടെ സൗണ്ടുകളൊക്കെ ഉള്ള കുറച്ച് കാർഡുകളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സൗണ്ടും ഉണ്ടായിരുന്നു. ഇതാദ്യം അവരെ കേൾപ്പിച്ച് കൊടുക്കും. എന്നിട്ട് ആ കേൾപ്പിച്ച ക്രമത്തിൽ ഇവർ അവിടെ അത് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായ ജിഷിനായിരുന്നു വിധികർത്താവ്. ഇതിൽ ലാസ്റ്റ് രണ്ടുപേരും പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് ആർക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം 15ഓളം സൗണ്ടുകളുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ആരാണ് കറക്റ്റായി വെച്ചതെന്ന് ലാലേട്ടൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ അക്ബറായിരുന്നു 4 കറക്റ്റായിട്ട് വെച്ചത്. അനീഷിൻ്റെ 2 മാത്രമേ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തീർച്ചയായും അക്ബറായിരുന്നു ഇതിൽ വിജയിച്ചത്. അതിനാൽ അക്ബറിന് തൻ്റെ ക്യാപ്റ്റൻസി പങ്കെടുക്കാനുള്ള ആ പവർ തിരികെ കിട്ടുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഹാപ്പി ആയില്ലേ? അക്ബർ പറഞ്ഞു, വളരെ ഹാപ്പി ആയി ലാലേട്ട എന്ന് പറഞ്ഞു. അനീഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു, അനീഷ് തോറ്റുപോയി ലാലേട്ട. അപ്പം ലാലേട്ട സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു, സാരമില്ല അനീഷ്, നമ്മളെല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല. ഓരോ പരാജയത്തു നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിലുള്ള എന്താണോ പോരായ്മകൾ അത് നികത്തി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായും വിജയം കൈവരിക്കാമെന്ന് അനീഷിനെ ആശ്വസിപ്പിച്ചു.